ഇത് നമ്മളുടെ പേളിമാണീൻ്റെ വൈറൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുവരെക്കും കാണാത്തവർക്കും ഉണ്ടാക്കി നോക്കാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. അപ്പം നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വേണ്ടത് ഒരു തക്കാളി, ഒരു ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു 3 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. നിങ്ങൾ കൂടുതൽ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കാം, കുറച്ചാണെങ്കിൽ കുറച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വരാം. ചെറുതാക്കി അരിയണേ, പൊടി പൊടിയായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് കുറേ മുമ്പ് പേളിമാണി ട്രൈ ചെയ്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഞാനിതിപ്പോഴാണേ കാണുന്നത്. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്, കഴിക്കാനും അടിപൊളിയാണ്, ഭയങ്കര ഹെൽത്തിയുമാണല്ലോ അല്ലേ. ദിവസം ഓരോ മുട്ട കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതുപോലത്തെ ഇടയ്ക്കൊക്കെ ഒന്നൊരു ചേഞ്ചിന് ഇതുപോലത്തെ റെസിപ്പിയൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിയൊരു ഐറ്റമാണ്. പക്ഷെ അടിപൊളി സാധനമാണ്, സംഭവം ഈസിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നമ്മൾ രാവിലെ വർക്കിനൊക്കെ പോകുന്ന അമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. കാരണം കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ, വേഗം തന്നെ ഉണ്ടാക്കുക, കഴിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ടയും കൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് പാലാണ്. പാൽ എന്തായാലും വേണം കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. വെള്ളമൊന്നും ഒഴിച്ച് കൊളാക്കരുത്, പാൽ തന്നെ ഒഴിക്കണം. അപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ മുട്ടയൊക്കെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഇതേപോലെ ഉറച്ച് പോയിട്ടുണ്ട് കേട്ടോ. എടുക്കൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് കുറേ നേരം വഴറ്റാനൊന്നും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കേട്ടോ, ഇതേപോലെ ഒന്ന് പച്ചമണമൊന്ന് മാറിയിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സിമ്മിൽ തന്നെ വിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെക്കുമ്പോഴത്തേക്കും ദൈ ഒരു രൂപത്തിലായിട്ടുണ്ടാവും. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ ചില്ലി ഫ്ലെക്സൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു എരിവും നല്ലൊരു ടേസ്റ്റുള്ള ഒരു സംഭവം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സാധനമാണ്.